നല്ല ദാമ്പത്യ ജീവിതം സ്വപ്നം കണ്ടാണ് ഓരോ സ്ത്രീയും പുരുഷനും വൈവാഹിക ജീവിതത്തിന് തയ്യാറെടുക്കുന്നത്. എന്നാൽ എത്രയൊക്കെ ആഘോഷപൂർവ്വം നടത്തുന്ന വിവാഹമായാലും അവയിൽ ചിലത് നിമിഷങ്ങൾ കൊണ്ടാണ് തകരുന്നത്. ഇതിനു കാരണങ്ങൾ പലതാണ്. കൂടാതെ വിവാഹങ്ങൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയും ചെയ്യുന്നു. നഗരജീവിതം നയിക്കുന്നവരിൽ തന്നെയാണ് വിവാഹമോചന കേസുകളിൽ ഏറെയും ഉണ്ടാകുന്നത്. എന്തായാലും വിവാഹമോചനത്തിലേക്ക് നയിക്കുന്ന പൊതുകാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ വിവാഹബന്ധം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് ദമ്പതികളോട് ചോദിച്ചാൽ 90% ആളുകളും സുഖകരമാണ് എന്നാവും പ്രതികരിക്കുക. സുഖകരമല്ലാത്ത ദാമ്പത്യ ജീവിതം നയിക്കുന്ന ദമ്പതികൾ പോലും ഇങ്ങനെ ഒരു ചോദ്യം കേട്ടാൽ ഇതിനോട് ശരിയായി പ്രതികരിക്കണമെന്നില്ല. ഒരു വിവാഹബന്ധം വേർപെടുത്തുന്നതിൽ ഭൂരിപക്ഷത്തിന്റെയും പ്രശ്നങ്ങൾക്ക് ഒരേ സ്വഭാവമായിരിക്കും എന്നതാണ് പ്രത്യേകത. അതിലൊന്നാമത്തെ കാര്യം സാമ്പത്തിക പ്രശ്നമാണ്. ഭൂരിപക്ഷം ദമ്പതിമാരും നേരിടുന്ന പ്രധാന വിഷയം. സാമ്പത്തിക പരാധീനതയുടെ പരിധിയിൽ വരുന്നതല്ല വിവാഹിതരിലെ സാമ്പത്തിക പ്രശ്നം. പണം കൂടുതൽ ചെലവഴിക്കാനാകും ഒരാൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ദമ്പതികളിൽ മറ്റേയാൾ ആഗ്രഹിക്കുന്നത് പണം സ്വരൂപിക്കാനായിരിക്കും. ഇവിടെ തന്നെയാണ് ദാമ്പത്യ ബന്ധം തകരാനുള്ള കാരണങ്ങളും തുടങ്ങുന്നത്. ദാമ്പത്യ ബന്ധങ്ങൾ തകരാനുള്ള മറ്റൊരു കാരണം പരസ്ത്രീ പുരുഷ ബന്ധമാണ്. ബന്ധങ്ങളിൽ വിശ്വസ്തത തകരുന്നതോടെ വിവാഹമോചനത്തിന് വേറെ കാരണം തേടേണ്ടതില്ല. പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ബന്ധം വളർത്തുകയാണ് വൈവാഹിക ജീവിതം സുഗമമാക്കാൻ ചെയ്യേണ്ട കാര്യം. വ്യത്യസ്ത ലൈംഗിക താല്പര്യങ്ങളാണ് ദാമ്പത്യ തകർച്ചയുടെ മറ്റൊരു ഘടകം. അധിക ലൈംഗികതയും കുറഞ്ഞ ലൈംഗികതയും ഒരുപോലെ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കും. വ്യത്യസ്ത രീതിയിലുള്ള ലൈംഗിക ചേതനകളാണ് ദമ്പതികൾ നേരിടുന്ന പ്രധാന പ്രശ്നം. പതിയെ തുടങ്ങുന്ന ഇത്തരം ലൈംഗിക പ്രശ്നങ്ങളും കുടുംബബന്ധം തകരുന്നതിലേക്ക് എത്തിച്ചേരും. പങ്കാളികൾക്കിടയിലുള്ള എന്തു കാര്യവും അവിടെ തന്നെ സംസാരിക്കുകയും പരിഹരിക്കുകയും ചെയ്യുക എന്നതാണ് മറ്റൊരു ഘടകം. ദമ്പതികൾക്കിടയിലെ നിസ്സാരമായ വിഷയങ്ങളിൽ പോലും മാതാപിതാക്കൾ ഇടപെട്ടാൽ വിള്ളൽ കൂടുതൽ വലുതായേക്കും. പങ്കാളികൾ സ്വന്തം മാതാപിതാക്കളോട് കൂടുതൽ താല്പര്യം കാട്ടുന്നത് കുടുംബ ബന്ധങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുന്നു എന്നതും പ്രധാന ഘടകമാണ്. ചില ചെറിയ വിഷയങ്ങളിൽ പോലും ഉറച്ച നിലപാട് സ്വീകരിക്കുന്നതോടെ രംഗം വഷളാകും. രണ്ടുപേരും പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തത് വിടവ് വലുതാക്കും. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴി തേടുകയാണ് പങ്കാളികൾ ചെയ്യേണ്ട മാർഗം. മറ്റൊരു കാരണം ആശയവിനിമയത്തിലെ പാളിച്ചകളാണ്. പ്രധാന വിഷയങ്ങൾ പരസ്പരം പങ്കുവച്ച് അഭിപ്രായം തേടുക എന്നതാണ് ആശയവിനിമയം സുഗമമാക്കാനുള്ള വഴി. പറയുന്ന ആശയം എന്താണോ അത് അതേ അർത്ഥത്തിൽ ഭാര്യയും ഭർത്താവും എടുക്കണം. ആശയങ്ങൾ വ്യത്യസ്ത അർത്ഥത്തിൽ എടുത്താൽ പ്രശ്ന സാധ്യതകൾക്ക് വേറെ കാരണം തേടേണ്ടതില്ല. ദമ്പതികൾക്കിടയിലെ മറ്റൊരു പ്രധാന ഘടകമാണ് സ്വകാര്യത. ഇരുവർക്കുമിടയിലെ സ്വകാര്യത കാത്തു സൂക്ഷിക്കുക എന്നത് ചെറിയ കാര്യമല്ല. സ്വകാര്യ പ്രശ്നങ്ങൾ മറ്റിടങ്ങളിലേക്ക് വലിച്ചിഴിക്കാതിരിക്കണം. സോഷ്യൽ മീഡിയ അടക്കമുള്ള ഉപാധികൾ വഴി കാര്യങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്നതും കുടുംബ ബന്ധങ്ങളിലെ പാളിച്ചകൾ പൊതുചർച്ചയാകുന്നതും ഒഴിവാക്കിയാൽ വിവാഹ ജീവിതം കൂടുതൽ സന്തോഷകരമാക്കാം. പരസ്പര വിശ്വാസം വിവാഹ ജീവിതത്തിന്റെ വിജയത്തിന് അനിവാര്യമാണ്. എന്നാൽ ഭാര്യയോ ഭർത്താവോ എപ്പോഴും തന്റെ അധീനതയിൽ മാത്രമായിരിക്കണമെന്ന് ചിന്തിക്കുന്നതും പ്രശ്നങ്ങൾക്ക് കാരണമാകും. അമിത സ്നേഹം ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയുണ്ടാക്കും. എപ്പോഴും പങ്കാളിയെ നിരീക്ഷിക്കുന്നതും ഒരു സ്വാതന്ത്ര്യവും അനുവദിക്കാതിരിക്കുന്നതും അവരിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. പങ്കാളിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അവരുടെ പെരുമാറ്റത്തെ എപ്പോഴും സംശയദൃഷ്ടിയോടെ സമീപിക്കേണ്ടതില്ല. വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്നല്ലേ പറയാറുള്ളത്. പരസ്പര സ്നേഹം, ബഹുമാനം, വിശ്വാസം എന്നിവയൊക്കെ കാത്തുസൂക്ഷിക്കാനായാൽ ദാമ്പത്യ ജീവിതം സന്തോഷകരമായ അനുഭവമാക്കി തീർക്കാനാവും.